منك نتعلم، انت معلم واحنا منك نتعلم. نسكت وانت موجود ما نرضى نتكلم، نسكت وانت موجود ما نرضى نتكلم. انت معلم واحنا منك نتعلم، انت معلم واحنا منك نتعلم. نسكت وانت موجود ما نرضى نتكلم، نسكت وانت موجود ما نرضى نتكلم. واللي خلاك ما يفهم يجي له يوم ويندم، واللي خلاك ما يفهم يجي له يوم ويندم. وما تسمع اللي يخدعك انت معلم، وما تسمع اللي يخدعك انت معلم. انت معلم واحنا منك نتعلم، معلم انت معلم واحنا منك نتعلم. نسكت وانت موجود ما نرضى نتكلم، نسكت وانت موجود ما نرضى نتكلم. معلم ضرب الإشارة تعرف نبض الحرارة، ضرب الإشارة تعرف نبض الحرارة. انت في الحب عبارة تخلي العقل حيارة، انت عبارة تخلي العقل حيارة. واللي خلاك ما يفهم يجي يوم دابا يندم، واللي خلاك ما يفهم يجي له يوم ويندم. او ما تسمع اللي يخدعك انت معلم، او ما تسمع اللي يخدعك انت معلم. انت معلم واحنا منك نتعلم، والله انت معلم واحنا منك نتعلم. نسكت وانت موجود ما نرضى نتكلم، نسكت وانت موجود ما نرضى نتكلم. I want you to all say it with me. معلم الله يتمعلم. നിലാവേ മായുമോ ഇനാവും നോവുമാ ഇളം തന്നലാ തലോടും പാട്ടുമാ ഇതൾ മാഞ്ഞൊരോർമ്മയെല്ലാം ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതെ നിലാവേ മായുമോ ഇനാവും നോവുമാ. മുറ്റം നിറയെ മിന്നിപ്പടരും മുല്ലക്കൊടി പൂത്ത കാലം തുള്ളിത്തുടിച്ചും തമ്മിൽ കൊതിച്ചും കൊഞ്ചിക്കളിയാടി നമ്മൾ നിറം പകർന്നാടും
കനവുകളെല്ലാം കതിരണിഞ്ഞൊരുങ്ങും മുൻപേ ദൂരെ ദൂരെ പറയാതെ അന്നു നീ മാഞ്ഞു പോയില്ലേ നിലാവേ മായുമോ കിനാവും നോവുമാ Papaloli, Lili Papaloli, Lili Papaloli, Lili Papaloli, Lili Papaloli, Lili Papaloli, Lili Papaloli. Lili Papa. നീലക്കുന്നിന്മേ പീലിക്കൂടിന്മേ കുഞ്ഞുമഴ വീഴും നാളിൽ ആടിക്കൂത്താടും മാറിക്കാറ്റായി എന്നിതിലേ പറന്നു ഉള്ളിലുലഞ്ഞാടും മോഹപ്പൂക്കൾ വീണും വെറും മണ്ണിൽ വെറുതെ കൊഴിഞ്ഞു ദൂരെ ദൂരെ അതു കണ്ടു നിന്നു നിലയാതെ നീ ചിരിച്ചു നിലാവേ മായുമോ കിനാവും നോവുമാ ഇളം തേന്നലാ തലോടും പാട്ടുമാ ഇതൾ മാഞ്ഞോർമ്മയെല്ലാം ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതെ പോയി പ്രിയ കലാസ്നേഹികളെ, ഏവർക്കും ഞങ്ങളുടെ നല്ല നമസ്കാരം. ഞങ്ങളുടെ ഈ കഥാപ്രസംഗ പ്രോഗ്രാം ഇവിടുത്തെ പ്രോഗ്രാം കമ്മിറ്റിക്കോ കലാസ്നേഹികളായ നിങ്ങൾക്കോ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഇപ്പോൾ ഉണ്ടായാൽ സദയം ഞങ്ങളോട് ക്ഷമിക്കുക. ഇതിനു പിന്നണിയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ കഥാപ്രസംഗം ഇവിടെ ആരംഭിക്കുകയാണ്. കീബോർഡ് പ്രശസ്ത പിന്നണി ഗായകർക്ക് നേതൃത്വം നൽകുന്ന ശ്രീ ബഷീർ മായാൻ. തബല രാജീവ് മാധവൻ. ഗാനരചന, സംഗീതം, കഥാസംയോജനം കോശി യോഹന്നാൻ. കഥാ, തിരക്കഥ, സംഭാഷണം സാംസൺ ജോയ്. പിന്നണി ഗാനങ്ങൾ ആലപിക്കുന്നത് അനീഷ് ജഗബ്, കോശി യോഹന്നാൻ. ഈ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ആൻസി സാംസൺ. നമസ്കാരം സഹൃദയരെ. ബഹ്റൈൻ സെന്റ് പോൾസ് മാർത്താമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സർഗസന്ധ്യയിൽ ഒരു ചെറിയ കഥാ ആവിഷ്കാരം അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ച ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കഥ പറയാൻ കഥയെഴുതാൻ എനിക്കറിയില്ല.
കഥ പറയാൻ ഞാൻ കാതികയല്ല, കഥ എഴുതാൻ എനിക്കറിയില്ല. സെന്റ് പോൾസ് ഇടവക കൂടി നടക്കും നിങ്ങളിലൊരുവൾ മാത്രമല്ലോ. കഥ പറയാൻ ഞാൻ കാതികയല്ല, കഥ എഴുതാൻ എനിക്കറിയില്ല. സെന്റ് പോൾസ് ഇടവക കൂടി നടക്കും നിങ്ങളിലൊരുവൾ ആണല്ലോ. ഈ കഥ നടക്കുന്നത് എവിടെയാണ്? ഈ പവിഴദ്വീപിലാണോ? അല്ല. ശ്യാമസുന്ദരമായ നമ്മുടെ കൊച്ചു കേരളത്തിലാണോ? അല്ലേ അല്ല. പിന്നെയോ? ആകാശം മാറിയാലും ഭൂതലം മാറിയാലും മാറ്റമില്ലാത്തതാം ദൈവവചനം. ആകാശം മാറിയാലും ഭൂതലം മാറിയാലും മാറ്റമില്ലാത്തതാം ദൈവവചനം. ആകാശം മാറിയാലും ഭൂതലം മാറിയാലും മാറ്റമില്ലാത്ത ദൈവവചനം. ഇതൊക്കെയും മാഞ്ഞു പോയാലും മാഞ്ഞു പോകാത്ത ദൈവവചനത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നും അടർത്തിയെടുത്തൊരു ചെറിയ കഥ. ഞങ്ങളുടെ കഥയുടെ പേര് സാംസണും ദലീലയും. നമ്മുടെ കഥാനായകൻ അതിമാനുഷികനായിരുന്നിട്ടും ഒരു ദുരന്ത നായകനായി തീർന്നവനാണ്. ഈ കഥാനായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സുന്ദരനാണവൻ കോമളരൂപനാം ശക്തനാം ഇസ്രായേൽ ജാതനായവൻ. സുന്ദരനാണവൻ കോമളരൂപനാം ശക്തനാം ഇസ്രായേൽ ജാതനായവൻ. പിഞ്ഞുകൂടിക്കില്ല മൂടി മുറിക്കില്ല ദൈവഗീതത്തിനു യോഗ്യനായോ. പിഞ്ഞുകൂടിക്കില്ല മൂടി മുറിക്കില്ല ദൈവഗീതത്തിനു യോഗ്യനായോ. അതിശക്തമാനും ആകാര വടിവൊത്തവനും ഇസ്രായേൽ ജനതയെ ഫെലിസ്ത്യരിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവത്തിൽ നിന്ന് നിയോഗിക്കപ്പെട്ടവനുമാണ് നമ്മുടെ സാംസൺ. അതവിടെ നിൽക്കട്ടെ. ആ സോരക് താഴ്വരയിലേക്ക് നമുക്കൊന്ന് പോകാം. ഒന്ന് നോക്കൂ. എത്ര സുന്ദര ഭൂമി, എത്ര മനോഹര ദേശം. പൂക്കളും പുഴകളും പുൽകിയുണർത്തും സോരക്കു ദേശം കാണാം. എത്ര സുന്ദര ഭൂമി, എത്ര മനോഹര ദേശം. പൂക്കളും പുഴകളും പുൽകിയുണർത്തും സോരക്കു ദേശം കാണാം. പ്രകൃതി രമണീയമായ സോരക് താഴ്വര. അതാ കുറെ സുന്ദരികൾ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടന്നു വരുന്നു. അതാ അതിലൊരു അതിസുന്ദരിയായ സ്ത്രീ. ആരാണവൾ? അവളാണ് നമ്മുടെ കഥാനായിക ദലീല. അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ, മുക്ത സൗന്ദര്യത്തിൻ പ്രതിരൂപമാണവൾ. കൂന്തൽ അഴകുള്ള സുന്ദരിയാണവൾ. മുക്ത സൗന്ദര്യത്തിൻ പ്രതിരൂപമാണവൾ. കൂന്തൽ അഴകുള്ള സുന്ദരിയാണവൾ. മുക്ത സൗന്ദര്യത്തിൻ പ്രതിരൂപമാണവൾ. കൂന്തൽ അഴകുള്ള സുന്ദരിയാണവൾ. കണ്ടാൽ കൊതിക്കും കൺപീലിയുള്ളവൾ. ആരും കൊതിക്കുന്ന രൂപമാണ്. കണ്ടാൽ കൊതിക്കും കൺപീലിയുള്ളവൾ. ആരും കൊതിക്കുന്ന രൂപമാണ്. അതെ, ആ സുന്ദരിയെ കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്നു പോകും, ആരും ഒന്ന് കൊതിച്ചു പോകും. അവളാണ് ദലീല. പൂക്കളെ തഴുകിയും ചിത്രശലഭങ്ങളെ താലോലിച്ചും അവൾ കൂട്ടുകാരികളോടൊപ്പം നടന്നു നീങ്ങുകയാണ്. അവനൊരു കൂട്ടുകാരി അത് കണ്ടു. അതാ രണ്ട് കണ്ണുകൾ. ദലീല, നീ കണ്ടോ? രണ്ട് കണ്ണുകൾ നമ്മെ തുറിച്ചു നോക്കുന്നു. എന്താണത്? ദലീല ആകാംക്ഷയോട് നോക്കി. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് തങ്ങളൊരു വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ഇര തേടി ഇറങ്ങിയ ഒരു സിംഹം. കൂട്ടുകാരികൾ ചിതറിയോടി. എന്നാൽ എന്തു ചെയ്യണം എന്നറിയാതെ ദലീല നിലവിളിച്ചു. എന്നെ രക്ഷിക്കുവാൻ ആരുമില്ലേ?
ഞാൻ കണ്ട സ്വപ്നങ്ങൾ, എന്റെ ജീവിതം, ഇതെല്ലാം ഇവിടെ തീരുകയാണോ? എന്നെ രക്ഷിക്കുവാൻ ആരുമില്ലേ? ദിലീല ഉറക്കെ നിലവിളിച്ചു. അലറി വിളിച്ചു ദലീല, രക്ഷിക്കാനിവിടാരുമില്ലേ. ചീറി വന്ന സിംഹത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് അതാ വരുന്നു നമ്മുടെ കഥാനായകൻ സാംസൺ. സുന്ദരനാണവൻ കോവളരൂപനാം ശക്തനാം ഇസ്രായേൽ ജാതനായവൻ. സുന്ദരനാണവൻ കോമളരൂപനാം ശക്തനാം ഇസ്രായേൽ ജാതനായവൻ. പിന്നുകൂടിക്കില്ല ഭൂമി മൂടിക്കില്ല ദൈവഗീതത്തിനു യോഗ്യനായോ. പിന്നുകൂടിക്കില്ല ഭൂമി മൂടിക്കില്ല ദൈവഗീതത്തിനു യോഗ്യനായോ. ചലനമേറ്റ് കിടന്ന അവളെ നമ്മുടെ സാംസൺ തൊട്ടുണർത്തി. അവൾ കണ്ണുകൾ തുറന്നു. അതാ ബലിഷ്ഠ ശരീരമുള്ള സുന്ദരനായ ഒരു മനുഷ്യൻ. അവർ പരസ്പരം നോക്കി. സാംസൺ ചോദിച്ചു, ഫവതി, നീ ആരാണ്? ഞാൻ ദലീല, ഫെലിസ്ത്യ സ്ത്രീ. ഞാൻ സാംസൺ, ഇസ്രയേലിയൻ. അവർ പരസ്പരം പരിചയപ്പെട്ടു. അപ്പോൾ അതാ ചിതറിയോടിയ തൻ്റെ കൂട്ടുകാർ ഫെലിസ്ത്യ ദേശത്തെ കാവൽക്കാരുമായി മടങ്ങി വന്നു. ഒരു പോരൽ പോലും ഏൽക്കാതെ നിൽക്കുന്ന ദലീലയെ കണ്ട് അവർ അന്തം വിട്ടു നിന്നു. അവർ ചോദിച്ചു, ദലീല, നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? നിന്നെ ആരാണ് രക്ഷിച്ചത്? ജീവന തുല്യം സ്നേഹിച്ച നിങ്ങൾ എന്നെ വിട്ടോടിയപ്പോൾ അതിശക്തനും കോമളനുമായ ഈ പുരുഷനാണ് എന്നെ രക്ഷിച്ചത്. അപ്പോൾ കൂടെ വന്ന പടയാളികൾ ഗർജിച്ചു, ഇവനോ? ഇവൻ ഇസ്രായേലല്ലേ? ഇവൻ ആ സാംസൺ അല്ലേ? ഇവൻ എങ്ങനെ ഫെലിസ്ത്യന്റെ കാര്യങ്ങൾ എടുവാനാണ് അധികാരം? ഒരു നന്ദി വാക്ക് പോലും പറയാൻ കഴിയാതെ ദലീല ഫെലിസ്ത്യ കാവൽക്കാരോടൊപ്പം യാത്രയായി. എങ്കിലും നമ്മുടെ ദലീലയുടെ ഹൃദയത്തിൽ ഒരു അനുരാഗം മുട്ടിട്ടിരുന്നു. അവൻ കണ്ണിൽ നിന്നും മറയുന്നവരെയും അവനെ തിരിഞ്ഞു നോക്കി നടന്നകന്നു. അവളുടെ കൺകളിൽ പ്രണയത്തിൻ മുട്ടുകൾ പൂവാഴിഞ്ഞു വന്നു. അവരും നടന്നകന്നു. അവളുടെ കൺകളിൽ പ്രണയത്തിൻ മുട്ടുകൾ പൂവാഴിഞ്ഞു വന്നു. അവരും നടന്നകന്നു. എന്നാൽ സിംഹത്തിന്റെ പിടിയിൽ നിന്നും സാംസൺ ദലീലെ രക്ഷിച്ച കഥ ആ ദേശമെങ്ങും പാട്ടായി. ഈ വാർത്ത ഫെലിസ്ത്യ നേതാക്കന്മാരുടെയും ചെവിയിലെത്തി. അവന്റെ ശക്തിയിൽ അസൂയ പൂണ്ട നേതാക്കൾ അവനെ നശിപ്പിക്കുവാൻ തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങി. പല തന്ത്രങ്ങളും പരാജയപ്പെട്ടപ്പോൾ അവർ ഇസ്രായേൽ ജനതയെ ആക്രമിക്കുവാൻ തീരുമാനിച്ചു. ഫെലിസ്ത്യർക്ക് അറിയാമായിരുന്നു, ഇസ്രായേൽ ജനതയെ തൊട്ടാൽ സാംസൺ അവിടെ എത്തുമെന്നും അവരെ രക്ഷിക്കുമെന്നും. വാളും പരിചയമേന്തിയ പടയാളികൾ ഇസ്രായേൽ ജനതയെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. വാളും പരിചയുമേന്തിയവർ പാപജനതയെ കൊന്നൊടുക്കാൻ ദുഷ്ടന്മാരവർ ഒന്നിച്ചൊന്നാൽ ലേഖിയിലേക്കു പുറപ്പെട്ടു. വാളും പരിചയുമേന്തിയവർ പാപജനതയെ കൊന്നൊടുക്കാൻ ദുഷ്ടന്മാരവർ ഒന്നിച്ചൊന്നാൽ ലേഖിയിലേക്കു പുറപ്പെട്ടു. അവർ നിലവിളിച്ചു, ഞങ്ങൾ എന്താണ് നിങ്ങളോട് ചെയ്തത്? നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? ഞങ്ങൾക്ക് സാംസനെ വേണം. ഉപദ്രവം സഹിക്കാൻ വയ്യാതെ സാംസനെ തേടി ഇസ്രായേൽ പുരുഷന്മാർ യാത്രയായി. അടുത്തുള്ള മലയിലേക്ക് സാംസനെ കണ്ടെത്തിയ അവൻ കാരണം തങ്ങൾ അനുഭവിക്കുന്ന ദുരിതയാതനകൾ അവനെ അറിയിച്ചു. സാംസൺ അവരോടായി ചോദിച്ചു, ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? നിന്നെ ബന്ധനസ്ഥരാക്കി അവരെ ഏൽപ്പിക്കണമെന്നാണ് അവർ പറയുന്നത്. താൻ കാരണം ദുരിതമനുഭവിക്കുന്ന ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാനായി സാംസൺ അവരോടൊപ്പം യാത്രയായി. ബന്ധനസ്ഥനായ സാംസനെ കണ്ട് പടയാളികൾ ആർത്തട്ടഹസിച്ചു. ബലവാനായവൻ കിടക്കുന്നത് കണ്ടില്ലേ? അവനവനെ തൂക്കിലേറ്റുവാൻ പട്ടണവാതിക്കലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആ നിമിഷം അവന്റെ മേൽ ദൈവിക ശക്തി വ്യാപിച്ചിട്ട്
അതിശക്തമായ കയറുകളെ ഒരു നൂലുപോൽ പോലെ അവൻ പൊട്ടിച്ചെറിഞ്ഞു. അവിടെ പൊടിയിൽ കിടന്ന ഒരു കഴുതയുടെ താടിയിൽ ഉപയോഗിച്ച് പടയാളികളെ ഒന്നടങ്കം കൊന്നൊടുക്കി. മുറിവേറ്റ് വീണ സാംസനെ ദലീല തന്റെ ഭവനത്തിൽ നിന്ന് കണ്ട ദലീല ഓടി അവന്റെ അരികിലേക്ക് വന്നു. അവൾ അവനെ തന്റെ ഗാസയിലുള്ള ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ അവളുടെ പരിചരണത്തിൽ വളരെ വേഗം അവൻ സുഖം പ്രാപിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ അനുരാഗവും വളർന്നു വന്നു. എന്നാൽ സാംസന്റെ ശക്തിയിൽ അസൂയ വേണ്ട ഫെലിസ്ത്യ നേതാക്കന്മാർ അവനെ നശിപ്പിക്കുവാൻ വീണ്ടും പദ്ധതികൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. ഈ സമയം ഫെലിസ്ത്യ ദേശമെങ്ങും ദലീലയുടെയും സാംസന്റെയും പ്രണയകഥ വലിയ വാർത്തയായി കഴിഞ്ഞിരുന്നു. അവരുടെ പ്രണയത്തിൻ കഥയെല്ലാം നാടാകി കാറ്റായി പറന്നപ്പോ അവർ മിഴികളിൽ നോക്കി നിന്നു, പരസ്പരം അറിയാതെ നോക്കി നിന്നു. നേതാക്കന്മാരുടെ ഇടയിൽ അവന്റെ ശക്തിയെക്കുറിച്ച് തർക്കങ്ങൾ നടന്നു. അവന്റെ ശക്തിയുടെ രഹസ്യം അറിയുവാൻ അവരൊരു ഉപായം കണ്ടെത്തി. ആ ഉപായമായിരുന്നു നമ്മുടെ ദലീല. ഒരു സ്ത്രീക്ക് മാത്രമേ അവന്റെ ശക്തിയുടെ രഹസ്യം മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ നേതാക്കന്മാർ ദലീലയ്ക്ക് പണക്കിഴികൾക്ക് നൽകി സ്വാധീനിച്ചു. സ്വർണത്തിലും പണത്തിലും അകപ്പെട്ട ദലീല തൻ്റെ പ്രാണനായിരുന്ന സാംസനെ ഒറ്റിക്കൊടുക്കുവാൻ തീരുമാനിച്ചു. പലതരത്തിലും ബന്ധനസ്ഥനാക്കിയും ശക്തിയുടെ രഹസ്യം അറിയുവാൻ അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവിടെ എല്ലാം അവൾ അമ്പെ പരാജയപ്പെട്ടു. ഒടുവിൽ അവൾ ഒന്ന് തീരുമാനിച്ചു, അവനെ വീഞ്ഞു കുടിപ്പിച്ച് മത്തനാക്കുക. അവളുടെ സ്നേഹത്തിന് മുമ്പിൽ അവൻ ധർമ്മസങ്കടത്തിലായി. നാഥ, നിനക്കെന്നോട് സ്നേഹമില്ലേ? നിനക്കെന്നെ വിശ്വാസമില്ലേ? നീ എന്താണ് എന്നോട് നിന്റെ ശക്തിയുടെ രഹസ്യം പറയാത്തത്? പ്രിയേ, എൻ്റെ ശക്തിയുടെ രഹസ്യം ഞാൻ നിന്നോട് പറഞ്ഞാൽ എൻ്റെ മരണവും അതിനോടൊപ്പമായിരിക്കും. ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വശവദനായി അവൻ ആ രഹസ്യം വെളിപ്പെടുത്തി. ഉടൻ തന്നെ അവൾ ആ വാർത്ത ഫെലിസ്ത്യ നേതാക്കന്മാരുടെ ചെവിയിലെത്തിച്ചു. നിങ്ങൾക്കറിയാമോ, നമ്മുടെ സാംസൺ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. അവന് വീഞ്ഞു കുടിക്കുവാനോ മുടി മുറിക്കുവാനോ പാടില്ലായിരുന്നു. ഈ രഹസ്യം മനസ്സിലാക്കിയ നേതാക്കന്മാർ മദ്യാസക്തിയിലായിരുന്ന സാംസന്റെ മുടിയിഴകളെ മുറിച്ചു മാറ്റി. ദലീല കുറ്റബോധത്താൽ നിലവിളിച്ചു. വേദനയാൽ അവൻ നീറുമ്പോഴും ഹൃദയത്തിൽ മുള്ളുകൾ തറയ്ക്കുമ്പോഴും എല്ലാം സഹിക്കുവാൻ എൻ പ്രിയനാഥ എന്നിൽ കൃപ തരണേ, എന്നിൽ കൃപ തരണേ. തന്നെ ഹൃദയം തുല്യം സ്നേഹിച്ച ദലീല തൻ്റെ അന്ത്യത്തിന് വഴിയൊരുക്കുമെന്ന് അവൻ നിരൂപിച്ചിരുന്നില്ല. പടയാളികൾ മുറിവേൽപ്പിക്കുമ്പോഴും കണ്ണുകൾ ചൂഴ്ന്നെടുക്കുമ്പോഴും ബന്ധനസ്ഥനാക്കി തടവറയിലാക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഒരു വേദന മാത്രമായിരുന്നു, ദലീലയെ കുറിച്ച് മാത്രം. ഞാൻ എന്തിന് അവളെ കുറ്റപ്പെടുത്തണം? ഞാനാണ് വ്രതം മുടക്കിയത്. എൻ്റെ ദൈവമേ, എന്തെല്ലാം തെറ്റുകൾ ഞാൻ ചെയ്തു, എന്തെല്ലാം കുറ്റങ്ങൾ ഞാൻ ചെയ്തു. പിതാവേ, എൻ്റെ തെറ്റുകൾ പൊറുക്കണമേ, എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ. അവൻ പിതാവിനോട് യാചിച്ചുകൊണ്ടേയിരുന്നു. സാംസൺ അവൻ്റെ തെറ്റുകൾ മനസ്സിലായി, പക്ഷേ എല്ലാം വൈകിപ്പോയിരുന്നു. ശക്തി നഷ്ടപ്പെട്ട അവൻ രാപ്പകൽ ദൈവത്തോട് കരുണ യാചിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അതിനൊപ്പം അവൻ്റെ മുടിയും വളർന്നു. എന്നാൽ സാംസന്റെ മേൽ ലഭിച്ച വിജയം തങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് വിശ്വസിച്ച ഫെലിസ്ത്യ നേതാക്കന്മാർ ഒരു വലിയ വിരുന്നൊരുക്കി. അതിൽ അന്ധനായ സാംസനെ ഒരു കോമാളിയായി നൃത്തം ചെയ്യിക്കുവാൻ ക്ഷേത്ര തൂണുകളിൽ ചെങ്ങലയാൽ ബന്ധിച്ചു. ഫെലിസ്ത്യരുടെ പരിഹാസങ്ങളും പീഡനങ്ങളും ഏറ്റുമാകുമ്പോൾ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, എൻ്റെ ദൈവമേ, നീ ദാസനെ ദയവായി സ്മരിച്ചാലും
വേദനയാൽ അവൻ നീറുമ്പോഴും ഹൃദയത്തിൽ മുള്ളുകൾ തറയ്ക്കുമ്പോഴും എല്ലാം സഹിക്കുവാൻ എൻ പ്രിയനാഥ എന്നിൽ കൃപ തരണേ, എന്നിൽ കൃപ തരണേ. വേദനയാൽ നീറുമ്പോഴും ഹൃദയത്തിൽ മുള്ളുകൾ തറയ്ക്കുമ്പോഴും എല്ലാം സഹിക്കുവാൻ എൻ പ്രിയനാഥ എന്നിൽ കൃപ തരണേ, എന്നിൽ കൃപ തരണേ. ഒരിക്കൽ കൂടി മാത്രം എൻ്റെ ശക്തി എനിക്ക് തിരിച്ചു നൽകിയാലും അവൻ ദൈവത്തോട് യാചിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം അവൻ്റെ ശക്തി അവന് തിരിച്ചു നൽകി. ഇതനുഭവിച്ചറിഞ്ഞ അവൻ തന്റെ സർവശക്തിയും എടുത്ത് ഇരു കൈകളും ബന്ധിച്ചിരുന്ന തൂണുകളെ ആഞ്ഞു വലിച്ചു. നിലയാടുന്ന തൂണുകൾ കണ്ട 3000-ഓളം വരുന്ന ജനങ്ങൾ നിലവിളിച്ചു. തകർന്നുകൊണ്ടിരിക്കുന്ന ഗോപുരത്തിനടിയിൽപ്പെട്ട് ക്രൂരരായ ഫിലിസ്തീൻ നേതാക്കന്മാരും ദുഷ്ടജനങ്ങളും തകർന്നടിഞ്ഞു. എന്നാൽ എവിടെയാണ് നമ്മുടെ സാംസണും ദലീലയും? മരിച്ചു വീണ ദുഷ്ടജനങ്ങളോടൊപ്പം സാംസണും ദലീലയും അവരുടെ പ്രണയവും കാലയും എനിക്കുള്ളിൽ മറഞ്ഞു. ആകാശം മാറിയാലും ഭൂതലം മാറിയാലും മാറ്റമില്ലാത്തതാം ദൈവവചനം. ആകാശം മാറിയാലും ഭൂതലം മാറിയാലും മാറ്റമില്ലാത്തതാം ദൈവവചനം. ഇവിടെ ഞങ്ങളുടെ കഥ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്കൊരു കാര്യം ചെയ്യാം. കുറേ നേരമായി ഇങ്ങനെ ഇരിക്കുന്നല്ലേ, എല്ലാവരും ഒന്ന് എഴുന്നേക്കാമോ? ഓക്കെ, ദെൻ കൈ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഒന്ന് റബ്ബ് ചെയ്യാം, ലൈക്ക് ദിസ്. ശ്രദ്ധിച്ചിരിക്കണം. ദെൻ ടേൺ ചെയ്ത് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്യാം. ദെൻ ക്രോസ് ചെയ്ത് ടൈറ്റായിട്ട് ഇങ്ങനെ പിടിക്കാം. ടൈറ്റായിട്ട് ഇങ്ങനെ പിടിക്കുക. റെഡി? 1 2 3. എത്ര പേർക്ക് പോസിബിളായി? ഡൗൺ. ഇനി ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഇൻഫർമേഷൻ തരാം. ആരൊക്കെയോ സംസാരിക്കുന്നു അല്ലേ? ആരും ഇല്ലല്ലേ? ഞാൻ മാത്രമേ കൈ ഉയർത്തിയിട്ടുള്ളൂ. കുട്ടികൾ കള്ളം പറയുന്ന സമയത്ത് അമ്മമാർക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് വളരെ ഈസി ആയിട്ട് അവരുടെ കള്ളങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അവരുടെ ലിപ് മൂവ്മെൻറ്റുകളും അല്ലെങ്കിൽ അവരുടെ ശരീരഭാഷ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കും അവർ പറയുന്നത് കള്ളമാണ് എന്ന്. പക്ഷെ കുറച്ച് വളർന്ന് വലുതായി കഴിഞ്ഞാൽ അവരുടെ കള്ളങ്ങൾ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ് അല്ലേ? അവിടെയാണ് മെൻ്റലിസ്റ്റിൻ്റെ ഒരു ചെറിയ ടെക്നിക്ക്. ഞാനൊന്ന് ട്രൈ ചെയ്യാം. നിങ്ങൾ കുറച്ച് പേർ കള്ളം പറയാൻ പോകുന്നു, കുറച്ച് പേർ സത്യം പറയാൻ പോകുന്നു. എൻ്റെ കയ്യിൽ ഒരു ബാഗുണ്ട്. ഈ ബാഗിനകത്ത് 5 ബോളുകളാണ്. ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരാം. ഹൗളിംഗ് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ഓരോ ബോളും ഓരോരുത്തർക്ക് ഞാൻ തരും. ഞാനല്ല തരിക, നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇതിൽ നിന്ന് കയ്യിലേക്ക് എടുക്കാം. എങ്ങനെ എടുക്കണമെന്ന് ചോദിച്ചാൽ ദെൻ ഓപ്പൺ ചെയ്യുന്നു, ഇതൊരാളുടെ കയ്യിൽ തരുന്നു, ദെൻ ഇതിനകത്തുനിന്ന് ബോൾ കയ്യിലെടുക്കുന്നു. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ എടുക്കുന്ന ബോൾ നിങ്ങളും കാണണ്ട, ഞാനും കാണണ്ട, തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരും കാണണ്ട ഏത് ബോളാണ് എടുത്തിരിക്കുന്നതെന്ന്. മേക്ക് സെൻസ്? കിട്ടിയോ? ഓക്കെ, ഞാൻ 5 പേർക്കാണ് ഈ ഭാഗ്യം, ഈ ബോൾ എടുക്കാനുള്ള അവസരം. ഒരു കാരണവശാലും നിങ്ങൾ കയ്യിലിരിക്കുന്ന ബോൾ ആരെയും കാണിക്കരുത്. ഓക്കെ, മോളൊരു ബോൾ ഇതിൽ നിന്ന് എടുത്തു. മോൾ ജാക്കറ്റ് അവിടെ വയ്ക്ക്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്ത് ഒരു ബോൾ എടുക്കുക. ഒരിക്കലും എന്നെ കാണിക്കരുത്.
എടുത്തോ, ഒരെണ്ണല്ലേ എടുത്തുള്ളൂ. ബാഗ് കൈ പിടിച്ചോ, ബാഗ് കൈ പിടിച്ചോ. എടുത്തു. ദെൻ ബാക്ക് പോക്കറ്റിൽ വെച്ചോ, പോക്കറ്റിൽ വെച്ചോളൂ. ബാഗല്ല, ബോൾ പോക്കറ്റിൽ വെച്ചോളൂ. കുറച്ച് സ്കെപ്റ്റിക് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ഡിഫെൻഡിങ്. യാ, പിക്ക് വൺ. കഴിഞ്ഞു. എന്നെ കാണരുത് എന്ന് പറഞ്ഞിട്ടല്ലേ? മോന് ഒരു ബോൾ എടുക്കാം. എടുത്തു. ആൻഡ് ഫൈനൽ ഫോർ യു. ദെൻ ആ 5 പേരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. 5 പേരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ബോൾ വളരെ സീക്രട്ടായിട്ട് ഒന്ന് കാണുക. ഒരിക്കലും ഒന്നും പറയരുത്. വളരെ സീക്രട്ടായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ബോൾ ഒന്ന് കാണുക. കണ്ടു കഴിഞ്ഞു എങ്കിൽ അത് പോക്കറ്റിലിടാം. ഇനി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം. ഇത് അവതരിപ്പിക്കുമ്പോൾ 50-50 ചാൻസസ് ആണ്. സംടൈംസ് ഫെയിൽ ആകും. എല്ലാവരും ഇല്ലേ? 1 2 3 4 4 പേരേ ഉള്ളോ? ഓക്കെ ഫൈൻ. ഓക്കെ, ഞാൻ 5 ബോൾ ഒരു ബാഗിലുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾ ഓരോ ബോളുകളും പിക്ക് ചെയ്ത് കയ്യിലെടുത്തു. ഇതിൽ 4 എണ്ണം വൈറ്റും 1 എണ്ണം ബ്ലാക്കുമാണ്. ഇതിൽ വൈറ്റ് ആർക്ക് കിട്ടിയിരിക്കുന്നു, ബ്ലാക്ക് ആർക്ക് കിട്ടിയിരിക്കുന്നു എന്നത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. സോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുഖത്ത് യാതൊരുവിധ എക്സ്പ്രഷനും ഉണ്ടാവരുത്. എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് വൈറ്റാണ്, എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ബ്ലാക്കാണ് എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. സോ ഈ 5 പേരെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു ക്ലാപ്പോട് കൂടി അവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ ഇൻസ്ട്രക്ഷൻ വളരെ കൃത്യമായിട്ട് കേൾക്കുക. ഒരിക്കലും നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ബോൾ ഏത് കളറാണ് എന്ന് കാണിക്കാൻ ഒരിക്കലും ഇടയുണ്ടാക്കരുത്. ഞാൻ ട്രൈ ചെയ്യും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബോളിൻ്റെ കളർ ഏതാണെന്ന് പറയാൻ. ഇതിനുപയോഗിക്കുന്ന ഒരു രീതി, വൈറ്റ് കളർ ബോൾ കിട്ടിയിരിക്കുന്ന ആളുകൾ ആരാണോ അവർ ഇനി സ്റ്റേജിൽ കള്ളം പറയും. ബ്ലാക്ക് കളർ ബോൾ കിട്ടിയിരിക്കുന്ന ആൾ ആരാണോ ആ വ്യക്തി സത്യം മാത്രമേ പറയൂ. മേക്ക് സെൻസ്? ദെൻ എന്താണ് കള്ളം? നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് എല്ലാവരുടെ മനസ്സിൽ കൊണ്ടുവരാം. അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. വൈറ്റ് ബോൾ കിട്ടിയിരിക്കുന്ന ആൾക്കാർ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിലെ ഡേറ്റ് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് പറയുക. നിങ്ങളുടെ ഫേക്ക് ആയിട്ടുള്ള ഡേറ്റ്. വൈറ്റ് കളർ ബോൾ കിട്ടിയിരിക്കുന്ന ആൾക്കാർ ആരാണോ അവരുടെ ഡേറ്റ് ഫേക്ക് ആയിട്ട് പറയുക. ദെൻ ബ്ലാക്ക് കളർ ബോൾ കിട്ടിയിരിക്കുന്ന ആൾ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡേറ്റ് അത് പെർഫെക്റ്റ് ആയിട്ട് പറയുക. സോ ഇതിലാരാണ് കള്ളം പറയുന്നത്, ഇതിലാരാണ് സത്യം പറയുന്നത് എന്ന് ഞാൻ ട്രൈ ചെയ്യാം. സോ 50-50 ചാൻസസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഗുഡ് നെയിം? പ്രിബിൻ. ആൻഡ് മോളുടെ ഫോൺ കൊടുക്കൂ. അഡ്ലൻ. റോയ്. ആരൻ. രാജു. നിങ്ങളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരാൾ പോക്കറ്റിൽ ഇങ്ങനെ കൈയിട്ടിരിക്കുന്നു, മോള് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നു, ഒരാൾ ബാക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു, ഒരാൾ ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നു, ആൻഡ് ഡിഫെൻഡിങ് മോഡിൽ ഒരാൾ നിൽക്കുന്നു. ഇറ്റ്സ് ബോഡി ലാംഗ്വേജ്. ഒരാളുടെയും ചിന്തകളുടെ രീതികൾ വ്യത്യഭിന്നമാണ് അല്ലേ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോനെ മൈക്രോഫോൺ അവിടെ കൊടുക്കൂ. ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് മാത്രം പറയാം. മൈക്കിലൂടെ പറയൂ. 5 ആൻഡ് സെക്കൻഡ് 10 8 26 04 ഐ തിങ്ക് മൈക്രോഫോൺ. മോൻ പറഞ്ഞത് കള്ളമാണ്. കാരണം കയ്യിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ബോൾ വൈറ്റ് കളറാണ്. ക്യാൻ യു ഷോ മീ ദ വൈറ്റ് കളർ ബോൾ? ഇറ്റ്സ് എ വൈറ്റ് കളർ ബോൾ. താങ്ക് യു. അങ്കിൾ ബോഡി പോസസ് ചേഞ്ച് ചെയ്തു അല്ലേ? ലൈക്ക് കണ്ടുപിടിക്കരുത്. ഈസി കള്ളമാണ് പറഞ്ഞത് അല്ലേ?
white colored ball. Yeah. Thank you. Can you show me a white colored ball? Thank you. മോള് നന്നായിട്ട് മിടുക്കിയാണ്, നല്ലൊരു മിടുക്കിയാണ് അല്ലേ? കള്ളമാണോ സത്യമാണോ എന്ന് കണ്ടുപിടിക്കാൻ യാതൊരു തരത്തിലുള്ള ക്ലൂവും തരാതെ വളരെ പുഞ്ചിരിയോടുകൂടി സദസ്സ് നിൽക്കുകയാണ്. എങ്കിലാണ് ഒരു പിടിയും കൊടുക്കാതെ വന്നപ്പോൾ മുതൽ ഒരേ പൊസിഷനാണ് ഇതിങ്ങനെ. ഞാൻ മിസ്റ്റർ ബീനിൽ മാത്രമേ ഇങ്ങനെ ഒരു ആക്ട് കണ്ടിട്ടുള്ളൂ. കാരണം ഇദ്ദേഹം ഇട്ടിരിക്കുന്ന ഡ്രസ് ബ്ലാക്ക് ആണ്, അദ്ദേഹം ഹോൾഡ് ചെയ്തിരിക്കുന്ന ബോളും ബ്ലാക്ക് ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. ക്യാൻ യു ഷോ മി എ ബ്ലാക്ക് കളർ ബോൾ പ്ലീസ്? And white color ball. Thank you. Thank you. സ്വമനസാൽ സ്റ്റേജിലേക്ക് വരാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഒരാളെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. കൊച്ചു മിടുക്കി അല്ല, കുറച്ചുകൂടെ പ്രായമുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, മോൾ എത്രല്ല പഠിക്കുന്നേ? 3rd സ്റ്റാൻഡേർഡ്. വണ്ണ. വേറെ ആരാണുള്ളത്? അങ്കിൾ വരാം. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുമോ സർ? വെൽക്കം. ഇവിടെ ഇരിക്കാം. ആദ്യം ഞാൻ വന്ന സമയത്ത് മുഖമൊക്കെ മറച്ചു വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു അല്ലേ? കണ്ടോ, പോസ്റ്റേഴ്സ് വളരെ ക്ലിയറായി. 2 കൈയും ലേപ്പിൽ വയ്ക്കൂ. ഓക്കെ, സോ ഇനി പറയുന്ന കാര്യം ഒരു ഇമാജിനേഷനോടുകൂടി മാത്രം നമ്മൾ യാത്ര ചെയ്യുന്നു. ഓക്കെ, ഞാൻ കണ്ണടയ്ക്കാൻ പറയുന്ന സമയത്ത് കണ്ണടയ്ക്കണം. ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷനും എൻ്റെ വോയിസും വളരെ കൃത്യമായിട്ട് കേൾക്കണം. ഓക്കെ, ക്ലോസ് യുവർ ഐസ്. ഇപ്പോൾ നിൽക്കുന്നത് ഈ ചർച്ചിൻ്റെ ഓഡിറ്റോറിയത്തിലല്ല, മറിച്ച് മനോഹരമായ ഒരു ഗാർഡനിലാണ്. ഭാവനയിൽ കാണുക, ഇപ്പോൾ ഒരു ഗാർഡനിലൂടെ നടക്കുന്നതായിട്ട് ഭാവനയിൽ കാണുക. പല നിറത്തിലുള്ള, പല ഗന്ധത്തിലുള്ള മനോഹരമായ പൂക്കൾ നിറഞ്ഞ ഒരു ഗാർഡനിലൂടെ അങ്കിൾ ഇങ്ങനെ നടക്കുന്നു. ഇങ്ങനെ നടക്കുന്നതിനിടയിൽ കുറേ പൂക്കൾ അറിയാതെ കൈകൊണ്ട് ടച്ച് ചെയ്യുന്നുണ്ട്. മെല്ലെ അന്തരീക്ഷത്തിൽ കൈകൾ കൊണ്ട് വെറുതെ ഒന്ന് വീശാം. 2 കൈയും ഉപയോഗിച്ച് വീശാം. അവിടെ കുറേ പൂക്കളുണ്ട് എന്ന് ഭാവനയിൽ കാണുക. കയ്യിൽ തട്ടുന്നുണ്ട്. ഇതിൽ കുറേ പൂക്കൾ പറിച്ച് കയ്യിലേക്ക് എടുക്കുകയാണ്. ഓക്കെ, അതിൽ ഒരു പൂ മാത്രം കയ്യിൽ അവശേഷിച്ചുകൊണ്ട് ബാക്കിയുള്ള കംപ്ലീറ്റ് പൂവും താഴെയിടുന്നു. ഒരെണ്ണം മാത്രം കയ്യിലുണ്ട്. ആ പൂ കംപ്ലീറ്റ് ആയിട്ട് കൈക്കുള്ളിൽ ഇങ്ങനെ പിടിക്കാം. 2 കൈ കൊണ്ടും പിടിക്കുക, 2 കൈ കൊണ്ടും പിടിക്കുക. ദെൻ മെല്ലെ റബ്ബ് ചെയ്യുക. ആൻഡ് ഓപ്പൺ യുവർ ഐസ്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ മൈക്രോഫോൺ കയ്യിൽ. ഓക്കെ, എൻ്റെ ചോദ്യം ഇതാണ്, ഇമാജിൻ ചെയ്ത സമയത്ത് എന്തെങ്കിലും ഫീൽ തോന്നിയോ? ഒരു പൂന്തോട്ടത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെ തോന്നിയോ? ഇല്ല, പക്ഷെ ഭാവനയിൽ കാണാൻ സാധിച്ചു. ഭാവനയിൽ ഒരു പൂന്തോട്ടത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് തോന്നി. യെസ്. ഓക്കെ, ഇപ്പം കയ്യിലിരിക്കുന്ന പൂ എന്താണ്? റോസ്. ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കൂ. റോസിൻ്റെ സ്മെല്ലുണ്ടോ? ഒന്നുകൂടെ കൈ സ്മെല്ല് ചെയ്യൂ. റിയലി? റോസാപ്പൂവിൻ്റെ സ്മെല്ലാണോ? പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് ആ സ്മെല്ല് കിട്ടി. ആൻഡ് വൺ തിങ് അങ്കിൾ ചോദിക്കുന്നതിലൊന്നും തോന്നരുത്. ഇത്ര ഏജ് ആണുള്ളത്.
ഏജ് എത്രയാണ്? 62. എന്നോട് കോപ്പറേറ്റ് ചെയ്യാനുള്ള കുറച്ച് നേരത്തെ ഉണ്ട്. ഓക്കെ, കാല് രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. സ്ട്രെയിറ്റ് ദാറ്റ് മീൻസ് കംഫർട്ടബിൾ ആയിട്ട് വയ്ക്കും. ആൻഡ് സർ, ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ? ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ? ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ യൂസ് ചെയ്യുക? എടുത്ത കൈയാണോ? ദിസ് ഹാൻഡ്, കറക്റ്റ്. ഓക്കെ, ക്യാൻ യു ബോറോ യുവർ ഹാൻഡ്? ദെൻ ഈ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്യാം. ബലം കൊടുക്കരുത്, വളരെ റിലാക്സ് ആയിട്ട് വയ്ക്കുക. ഈ ഒരു പോയിന്റിൽ നിന്നല്ലാതെ കണ്ണ് ഇനി എടുക്കരുത്, എൻ്റെ ശബ്ദം മാത്രം കേൾക്കുക. ഓക്കെ, ഇത് കണ്ണിനോട് ചേർന്ന് വരികയാണ്. കണ്ണിനോട് ചേർന്ന് വരുമ്പോൾ കണ്ണിന് ഭാരം അനുഭവപ്പെടുന്നതായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അനുവദിച്ചു കൊടുക്കുക. ബലം കൊടുക്കണ്ട, വളരെ റിലാക്സ് ആയിട്ട് ബോഡി വയ്ക്കുക, ലൂസാക്കി വയ്ക്കുക. മസിൽസ് ഒക്കെ ലൂസ് ചെയ്യാം, മാക്സിമം ലൂസ് ചെയ്യാം. റിലാക്സ് 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 റിലാക്സ്. ഫേസിനോട് ചേർന്ന് വരുമ്പോൾ കണ്ണ് മെല്ലെ അടയാൻ വേണ്ടി ശ്രമിക്കുക, അടച്ചു കൊടുക്കുക. ക്ലോസ് യുവർ ഐസ് ആൻഡ് റിലാക്സ്. സ്ലീപ്പ് സ്ലീപ്പ്, സിങ്കിങ്, ഡ്രിഫ്റ്റിംഗ് ആൻഡ് ഫ്ലോട്ടിംഗ്, ഡീപ്പർ ആൻഡ് ഡീപ്പർ. വളരെ റിലാക്സ് ആയിട്ട് ബോഡി ഇരിക്കുന്നു. എൻ്റെ ശബ്ദം മാത്രം വളരെ കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. റിലാക്സ്, കംപ്ലീറ്റ്ലി റിലാക്സ്. അങ്കിളുടെ റീഡിംഗ് എബിലിറ്റി കുറച്ച് സമയത്തേക്ക് ഞാൻ എടുത്തു മാറ്റുകയാണ്. റീഡിംഗ് എബിലിറ്റി കുറച്ച് സമയത്തേക്ക് ഞാൻ എടുത്തു മാറ്റുന്നു. വായിക്കുവാനുള്ള കഴിവ് കുറച്ച് സമയത്തേക്ക് ഞാൻ എടുക്കുകയാണ്. ഓൺ ദി കൗണ്ട് ഓഫ് 3, പ്ലീസ് ഓപ്പൺ യുവർ ഐസ് ആൻഡ് റിലാക്സ്. 1, 2, 3. വേക്കപ്പ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. ഒരു റിലാക്സ് ഫീൽ കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇസ് ഓർ നോ? നോ ഐഡിയ. സംതിങ്, യാ. എൻ്റെ കയ്യിൽ മനസ്സിൽ മാത്രം ഒന്ന് റീഡ് ചെയ്യുക. ശരിക്കും ഒരു പ്രൊജക്ടറിൽ ആരെങ്കിലും ഇത് കാണാൻ പറ്റുള്ളൂ. മനസ്സിൽ റീഡ് ചെയ്യാൻ പറ്റുമോ? കാണാം? റീഡ് ചെയ്യാൻ പറ്റുമല്ലോ? ഓക്കെ, എങ്കിൽ കയ്യിൽ പിടിക്കുക, റീഡ് ചെയ്യാം. യാ, നോ ഫുൾ ഒരു ലൈൻ അത് വായിക്കൂ. എന്താണ് വേണ്ടത്? കറക്റ്റ്. യെസ് ഓർ നോ? വൺ മോർ ട്രൈ. Good. It's okay. And the second word ഒന്ന് റീഡ് ചെയ്യുക. വായിക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ? ഓക്കെ, കയ്യിൽ പിടിച്ചോളൂ. ഗ്രേറ്റ്. ഡിഫിക്കൽട്ട് ആണ് റീഡ് ചെയ്യാൻ. വായിക്കൂ, റീഡ് ചെയ്തോളൂ. Yes or no? Now. See, and the last word. Clear? കയ്യിൽ പിടിച്ചോ. Apple sauce. Right? Apple sauce. Reading difficulty ആണല്ലേ? And give me. Close your eyes and relax. Take a deep breath in and breathe out. One more take, breathe in, close your eyes and take a deep breath in and breathe out. Reading ability തിരികെ വരികയാണ്. Reading ability തിരികെ വരികയാണ്. On the count of 3, please open your eyes. 1, 2, 3. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഫസ്റ്റ് വായിച്ച വേർഡ് കറക്റ്റ് ആയിരുന്നോ? നോ. എനിക്ക് തോന്നുന്നു ശരിയാണെങ്കിൽ ഒന്നുകൂടെ വായിക്കൂ. Education.
മെയിൻ്റനൻസ്. ഇത് കൃത്യമായിട്ട് വായിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം. അപ്ലൗസ്. Applause. And thank you so much for coming. Thank you. Thank you. See, next, മാജിക് ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത്രയും നേരം ഞാൻ മൈൻഡ് റീഡിങ് ആക്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. മെൻ്റലിസത്തിലെ സൈക്കോളജിക്കൽ എന്താ മോളെ? ഓക്കെ, സൈക്കോളജിക്കലെ ആസ്പെക്ട്സിനെ കണക്ട് ചെയ്യുന്ന മെൻ്റലിസം എന്ന് പറഞ്ഞൊരു ആക്ടാണ്. നെക്സ്റ്റ് ഞാനൊരു മാജിക് ചെയ്യുകയാണ്. കാരണം എൻ്റെ പ്രവർത്തന മേഖല തുടങ്ങിയത് മാജിക്കിൽ നിന്നാണ്. അതൊരു സൈലൻറ്റ് പ്രസൻറ്റേഷനാണ്. ഷോയുടെ എൻഡിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഒരു കാര്യം എനിക്ക് വേണ്ടത് നിങ്ങളുടെ സ്ട്രോങ് ക്ലാപ്പ്. ഇഷ്ടമുള്ള പോയിന്റുകളിൽ ക്ലാപ്പ് ചെയ്താൽ
ത്രോ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും നന്ദി. ആദ്യമായിട്ടാണ് ബെഹ്റിനിൽ ഞാൻ കാലുകുത്തുന്നത്. നല്ല ഒരു ഓഡിയൻസിനെ തന്നതിനും സർഗസന്ധ്യ 2017 എന്ന പ്രോഗ്രാമിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിന് മനസ്സ് കാണിച്ച ഇതിൻ്റെ സംഘാടകർക്കും യൂത്തിൻ്റെ അംഗങ്ങൾക്കും എസ്പെഷ്യലി അച്ഛനും എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന ജോസ് മാങ്ങാട്ട് അങ്കിളിനും സുബിൻ ചേട്ടനും ഒക്കെ 1000 നന്ദി. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു നല്ല ക്ലാപ്പ്. ഇനിയും കാണാം. താങ്ക് യു. ബൈ ബൈ.